നമസ്കാരം. ഈ സ്ഥലം നമ്മുടെ രാമക്കൽമേടാണ്. ഞങ്ങളും ഞങ്ങളുടെ 2 ഫാമിലി ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ യാത്ര പോയതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങളാരും പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. നമ്മൾ രാമക്കൽമേട്ടിൽ നിന്ന് കാറ്റാടിപ്പാടവും കഴിഞ്ഞിട്ട് നമ്മളെ 4 വീൽ ജീപ്പിൽ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട്. ആമക്കല്ലെന്ന് പറഞ്ഞു. ആമക്കല്ലെന്ന് എൻ്റെ പേര്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അത് 4 വീൽ ജീപ്പിൽ അവർ നമ്മളെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ പോകും. അതുപോലെ അവരുടെ ജീപ്പ് ഓടിക്കുന്ന അതുവഴിയൊക്കെ അവിടുന്ന് ഏറ്റവും മുകളിലെത്തുമ്പോൾ ഈ വ്യൂ ആണ്. ആ പാറയുടെ മോൾവശമാണ് വന്നിട്ട് നമ്മൾ പോയ ജീപ്പാണ് കിടക്കുന്നത്. അതുപോലെ വേറെ ടൂറിസ്റ്റുകളെന്ന ജീപ്പുകളുമുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് വരെ കാണാം. നല്ല രസമുള്ള സ്ഥലമാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ സ്ഥലം സന്ദർശിക്കണം. ഈ സ്ഥലം കണ്ടോ? ഇതാണ് നമ്മൾ ആമക്കല്ലിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. ഒരു വലിയൊരു പാറ പിളർന്ന് ഒരു ചെറിയൊരു ഇടവഴിയായിട്ടിരിക്കുക. ഞാനത് വഴിയൊന്നും കയറിപ്പോയില്ല. സിന്ധുവൊക്കെ പോയി. എനിക്ക് അതിനകത്തൂടെ പോകാൻ അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ പോകുന്നതിന്. വേണ്ടില്ല, ഇപ്പോൾ ആ വഴി നമുക്ക് കാണാം, അങ്ങോട്ട് കയറിപ്പോകുന്ന വഴി. അതുപോലെ ഇതിനകത്തൊരു വേറൊരു ഗുഹ പോലുണ്ടേ. അതാണ്ട് ഈ കിഴത്തേക്കകത്തൂടെ ഇതിനകത്തൂടെ കയറി നമ്മൾ കുറേ ഉള്ളിലോട്ട് പോകണം. ഞാൻ അതിനകത്തൂടെ കയറിയില്ല. അതൊക്കെ പിള്ളേരുടെ കളികളൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. ഇതാ കണ്ടോ, വളരെ കഷ്ടപ്പെട്ടേ നമുക്ക് അങ്ങേപ്പുറത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്പം കുടവരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോകാൻ വേണ്ടി വലിയ പ്രയാസം. അതേ കണ്ടില്ലേ, ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. കണ്ടോ, ആ ക്യാമറ കൈവച്ചുകൊണ്ട് തന്നെ അവനെ പോകാൻ പറ്റുന്നില്ല. അത്ര ടൈറ്റ്. അതേ കണ്ടില്ലേ ആൾക്കാർ ഇറങ്ങി വരുന്നത്. സിന്ധു ഇറങ്ങി വരുന്നുണ്ടോ? അതെല്ലാം ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലിയാണ് ഇത് മൊത്തം. ഞങ്ങൾ 3 ഫാമിലിയാണ് പോയത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമുള്ള യാത്രയാണ്. അവിടുന്ന് കാറ്റാടിപ്പാടം കാണാം. പിന്നെ ഈ മനോഹരമായ ഈ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വളരെ അപൂർവമായിട്ട് കാണാൻ കിട്ടത്തുള്ളൂ. നല്ല നീലാകാശമുണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റേ കാർമേഘമുണ്ട്. ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രകളിൽ ഇങ്ങനെയുള്ള ഭംഗിയോടുകൂടി കാണാൻ പറ്റത്തുള്ളൂ. ചിലപ്പം മൊത്തം കോടകേടി മൂടിക്കിടക്കുമായിരിക്കും, അന്നേരം നമുക്ക് ഈ വ്യൂ കിട്ടത്തില്ല. ചിലപ്പം മഴയായിരിക്കും, അന്നേരം നമുക്ക് ഇതുപോലെ ഇറങ്ങി നടന്ന് കാണാൻ പറ്റത്തില്ല. പിന്നെ യാത്രയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കൊച്ചു യാത്രകൾ, 1 ദിവസവും 2 ദിവസമൊക്കെ ഉള്ള കൊച്ചു യാത്രകൾ ഞങ്ങൾ മിക്കവാറും പോകാറുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ 2 പേര് തനിച്ചേ ഉള്ളൂ, മക്കൾ സ്ഥലത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഇതുപോലെ കൊച്ചു യാത്രകളിങ്ങനെ പോകും. അത് ഓരോരോ സ്ഥലങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ അച്ചൻകോവിൽ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ അടുത്ത ഞായറാഴ്ചത്തേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞേച്ച് പിന്നെ ഇങ്ങനെ പമ്പയിൽ ഗണപതി ഭഗവാനെ കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.